നമസ്കാരം, അമൃതാണ്. ഡ്രൈവറിനെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജാണ്. മൈലേജ് വളരെ പുവറാണെന്നുള്ള നിലയിൽ പലരും പറയാറുണ്ട്. അത് നാഷണൽ ഹൈവേയിലുള്ള പെർഫോമൻസ് ആയിരുന്നാലും ലോക്കൽ റോഡ്സിലുള്ള പെർഫോമൻസ് ആയിരുന്നാലും എനിക്ക് റിയൽ ടൈമിൽ എത്ര മൈലേജ് കിട്ടുന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എയർകോണിൻ്റെ ഇഷ്യൂ വന്ന് എയർകോണിൻ്റെ കൂളിംഗ് കോയിൽ കംപ്ലൈൻ്റ് ആയത് ചേഞ്ച് ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 1 വീക്കല്ല, ഒരു 2 വീക്സ് എനിക്ക് എറണാകുളത്തൊക്കെ വരേണ്ടി വന്നു. ഈ എയർകോൺ കംപ്ലൈൻ്റ് ആയിട്ടും സർവീസിന് കൊടുക്കുന്നതിന് മുമ്പേ എനിക്ക് എമർജൻസി ആയിട്ട് എറണാകുളത്ത് വന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഏർലി മോർണിംഗ് ആണ് പ്രിഫർ ചെയ്ത് ഡ്രൈവ് ചെയ്തത്. ആസ് യൂഷ്വൽ 3 മണിക്ക് ഏർലി മോർണിംഗ് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6:30 അടുപ്പിച്ച് എറണാകുളം എത്തത്തക്ക വിധത്തിലാണ് ഓടിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഭയങ്കര ചൂടൊന്നുമില്ല, എയർകോണൊന്നും ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചത്. എയർകോൺ ഇല്ലാതെ ഞാൻ ഗ്ലാസ്സൊക്കെ താത്തിയിട്ടിട്ടാണ് വണ്ടി ഓടിച്ചത്. അപ്പോഴാണ് ഒരു കാര്യം ശരിക്കും ഞാൻ ഇതിനകത്ത് നോട്ടീസ് ചെയ്തത്. ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ആദ്യമൊക്കെ അങ്ങനെ ഒരു ചെറിയ സംശയം എനിക്ക് തോന്നിയിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു എൻജിൻ കപ്പാസിറ്റി 1000 cc ആയതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ പഴയ വാഹനങ്ങളിലൊക്കെ മാരുതി 800 തൊട്ട് ആൾട്ടോ ഇങ്ങനെയുള്ള പഴയ സീരീസ് വണ്ടികൾ, അതായത് K സീരീസ് എൻജിൻ അല്ലാതെ അതിന് മുന്നിലുള്ള 800 cc എൻജിൻസിലൊക്കെ നമുക്ക് എയർകോൺ ഇല്ലാതെ ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് വാഹനത്തിന്. അതായത് എൻജിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആ എ സിയുടെ ലോഡ് കുറയുന്നതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ ഈ ഒരു വാഹനത്തിൽ എനിക്ക് എത്രത്തോളം ആദ്യമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ടും എയർകോൺ ഇല്ലാതെ ഓടിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. ഏതാണ്ട് ഒരു 3+ നിയർലി 4 കിലോമീറ്റേഴ്സ് മൈലേജ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നിയർലി 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. 4 അല്ല, ഒരു 3+ കിട്ടുന്നുണ്ട്. എനിക്ക് നോർമലി 17+ ആണ് കിട്ടാറുള്ളത്. അത് ഓൾമോസ്റ്റ് എല്ലാ റോഡ്സിലും കിട്ടാറുണ്ട്. പക്ഷേ ഇത് എയർകോൺ ഇല്ലാതെ ആ ഒരു ഫുൾ സ്ട്രെച്ച് ഡ്രൈവിലൊക്കെ എനിക്ക് 20+ മൈലേജ് കിട്ടി. ഇത് പല ആവർത്തി 2-3 തവണ ഇങ്ങനെ ഓടിച്ചപ്പോഴൊക്കെ ഈ മൈലേജ് 20+ മൈലേജ് ഉണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ കഴിവതും ഇങ്ങനെയുള്ള ഡ്രൈവ്സ് ഏർലി മോർണിംഗിനായി കഴിഞ്ഞാൽ വലിയ ചൂടും ഇല്ല, നമുക്ക് ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടും വരത്തുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ടെന്ന് വെച്ചിട്ട് ആ എയർ ഭയങ്കരമായിട്ട് വന്ന് അങ്ങ് തടിച്ച് നമുക്കൊരു അസ്വസ്ഥതയൊന്നും തോന്നത്തില്ല. അല്ലെങ്കിൽ ആ തണുത്ത കാറ്റ് വന്ന് പുറമേ ഉള്ള അറ്റ്മോസ്ഫിയറിക് എയർ വന്ന് അടിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല, അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഡിഫറൻസ് മൈലേജിൽ മനസ്സിലായി. അപ്പോൾ പറയാനുള്ളത്, ഒരു ബേസ് മോഡലൊക്കെ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബേസ് മോഡൽ എടുത്ത് ഇപ്പോൾ ഫാമിലിക്കൊപ്പം യാത്ര അല്ലാതെ ഈ ഗുഡ്സൊക്കെ ക്യാരി ചെയ്യാനും ബിസിനസ് ഏരിയയിലൊക്കെ ഉള്ളൊരു ഈ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെയും മെയിൻ ഒരു പർപ്പസ് അത് തന്നെയാണ്. ഒരുപാട് മെഡിസിനൽ പ്ലാൻസ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ലഗേജ് നമുക്ക് ഇതിനകത്ത് മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്ത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കാർ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബേസ് മോഡൽ 100% വർത്തായിരിക്കും. ഒന്ന്, ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ട്രെങ്ത് ആയിരുന്നാലും ഇതിൻ്റെ സസ്പെൻഷൻ്റെ കംഫർട്ട് ആയിരുന്നാലും എത്ര വേണമെങ്കിലും നമുക്ക് ലോഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ബൂട്ടുമാണ്. ബാക്ക് സൈഡ് കുറച്ചും കൂടെ ഒരു വലിയ ക്യാബിൻ ആയതുകൊണ്ട് തന്നെ ആ റൂഫ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലഗേജ് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെയും ഡ്രൈവിംഗ് സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൈലേജ്. അപ്പോൾ ഞാൻ ഓടിക്കുന്ന എൻ്റെ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല മൈലേജാണ് കിട്ടുന്നത്. ഞാനത് എല്ലാ വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഡ്രൈവർ ഒരു മൾട്ടി യൂട്ടിലിറ്റി വാനായിട്ട് ലഗേജൊക്കെ ക്യാരി ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഗുഡ്സൊക്കെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗോഡൗണിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു ബെസ്റ്റ് കാറാണ്. പിന്നെ ഈ ഒരു മൈലേജിൻ്റെ കാര്യം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഞാനത് ഇതുവരെ ശ്രദ്ധിക്കാതിരുന്നൊരു കാര്യമാണ്, അത്രത്തോളം നോട്ടീസ് ചെയ്യാതിരുന്നൊരു കാര്യമാണ്. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ഒരു വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എയർകോൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു പവർ ടോർക്കും ഒക്കെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ത്രൂ ഔട്ട് റണ്ണിൽ ഇത്രയും വലിയൊരു മാർക്ഡ് മൈലേജ് പെർഫോമൻസ് വരുത്തുമോ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അത് ശരിക്കും റിയൽ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ അതെനിക്ക് ഡ്രൈവറിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു പ്രോസ് ആയിട്ട് തോന്നുന്നു, വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൊരു മൈലേജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, ഇത് എയർകോൺ ഇട്ടിട്ട് ഇതിൽ നല്ല മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ വണ്ടി കണക്കല്ല ഇതിൻ്റെ ഒരു എൻജിൻ മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിൻ്റെ മാപ്പിംഗ് എന്ന് മാത്രമല്ല
കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഇൻ്റലിജൻറ്റ് ക്രീപ്പ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് വളരെ ക്രോൾ ചെയ്ത് പോകാനായിട്ട്, വളരെ സ്ലോ സ്പീഡിൽ പോകാനായിട്ട് നമ്മൾ വെറുതെ ക്ലച്ച് ഇങ്ങനെ കൂടെ ചവിട്ടെ അങ്ങനെ ഒന്നും വേണ്ട. ഇൻ്റലിജൻറ്റ് ക്രീപ്പ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ലോ സ്പീഡിൽ, അതായത് ഡെഡ് സ്ലോ സ്പീഡിൽ ക്ലച്ച് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തോളും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് ശരിക്കും ഇതിൻ്റെ ആക്സിലറേഷനിലുള്ള ഒരു ഇൻ്റലിജൻറ്റ് മെക്കാനിസമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ പോകുന്ന സമയത്ത് ഇതിനകത്ത് വളരെ മൈലേജ് കിട്ടത്തക്ക വിധത്തിലാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മൾ ഹയർ ഗിയേഴ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വണ്ടി അങ്ങനെ നല്ല ത്രോട്ടിൽ ചെയ്യത്തക്ക വിധത്തിൽ കുറച്ചും കൂടെ ഒന്ന് ഈസി ആവും. എഞ്ചിനെ കൂടുതൽ റവ് ചെയ്യത്തക്ക വിധത്തിലുള്ളൊരു ഫയറിംഗ് റേറ്റിലും അതിലൊക്കെ അല്ലെങ്കിൽ പെട്രോളിൻ്റെ ഇഞ്ചക്ഷനിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കാറുകളിൽ എല്ലാ ഗിയേഴ്സും മാറി ഫിഫ്ത്ത് ഗിയറിലിട്ടിട്ട് വളരെ സ്ലോ സ്പീഡിൽ പോകുമ്പോഴാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നത്. പക്ഷേ ഇതിലങ്ങനെ അല്ല. ഇതിൽ ലോവർ ഗിയേഴ്സിൽ പോലും നമ്മൾ ആവശ്യത്തിനുള്ള ആക്സലറേഷൻ കൊടുത്ത് ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഇത് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഞാനത് ഡീറ്റെയിൽഡായിട്ട് അതെങ്ങനെ അങ്ങനെ മൈലേജ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഴയൊരു പ്രീവിയസ് വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രൈബറിൻ്റെ പ്രോസോ കോൺസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷങ്ങളുമായിട്ട്, ട്രൈബർ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.